ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. അപ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനവും കൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞ 10 വർഷം 1-ാം ക്ലാസ് മുതൽ പഠിച്ച കുട്ടികളാണ്. അവർക്ക് അക്ഷരമറിയില്ല. അവർക്ക് അക്ഷരമറിയില്ല എന്ന് ആരാണ് പറഞ്ഞത്? അവർക്ക് അക്ഷരമറിയാം. അവർ ഹിന്ദിയിൽ കറക്റ്റായിട്ടാണ് അവരുടെ അഡ്രസ്സൊക്കെ എഴുതിയത്. ഒരു കുട്ടി ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി അത് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പൊതുവിദ്യാഭ്യാസം വളരെ മോശമാണ് എന്നുള്ള വ്യാഖ്യാനം നൽകി പൊതുവിദ്യാഭ്യാസത്തെ താറടിക്കാനാണ് ചിലർ ശ്രമിച്ചത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞേക്കാവൂ, അവിടെ നിന്നാണ് മികച്ച വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നത് എന്ന് തന്നെയാണ് ഞാൻ ആ വേദിയിലും എല്ലാ വേദികളിലും പറയാറുള്ളത്. ഈ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കഴിഞ്ഞ 10 കൊല്ലം പഠിച്ച കുട്ടി ആണോ, അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്ന് എഴുതിയപ്പോൾ കാരളം എന്നായത്? ഈ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സ്കൂൾ പഠിച്ച ആളാണോ കേരളം എന്ന് എഴുതിയപ്പോൾ കാരളം എന്നായത്? അതുപോലെ തന്നെ 9332 എന്നുള്ളതിന് പകരം 9332 എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടിയാണോ? 910 എന്ന് പറയേണ്ടതിന് പകരം 910 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? 15/5/2026 എന്ന ഡേറ്റ് നമ്മളാരെങ്കിലും അക്കത്തിൽ പറയാറുണ്ടോ? $15,05,000 അല്ലെങ്കിൽ 52,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞ ആൾ ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്ന കുട്ടിയായി ആയതുകൊണ്ടാണോ? മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നതുകൊണ്ടാണോ? അന്ന് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും നമ്മളെപ്പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, അല്ലെങ്കിൽ അവരിങ്ങനെ പറയില്ല. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? അവരല്ലേ ഒരു അംഗനവാടി കുട്ടിയുടെ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ് അതൊരു വലിയ വിവാദമൊക്കെ ആയത്. ആ കുട്ടി തന്നെയാണ് പിന്നെ അത് കറക്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. മന്ത്രിമാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ഒന്നും അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതല്ല. അപ്പോൾ അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ പ്രസംഗങ്ങൾ നടത്തി പോവുക എന്നതിന് പകരം കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പോകും. അത് സ്വാഭാവികമാണ്. അതിൽ ഒരപമാനവും ഇന്നുവരെ ഒരാൾക്കും തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തു ചെയ്യും? അങ്ങനെ പിന്നീട് ചെയ്യില്ലല്ലോ. അതിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾക്ക്, ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് മാനഹാനിയായി, അപമാനമായി അത്
തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാത്രമല്ലേ ക്ഷമാപണത്തിൻ്റെ ആവശ്യവും മാപ്പിൻ്റെ ആവശ്യവും ഒക്കെ വരുന്നുള്ളൂ. അതവർ പറയട്ടെ, നിങ്ങൾ അവരോടും ചോദിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. എനിക്കതിൽ ആ കാര്യത്തിൽ ഒരു വാശിയുമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയാണ് അവിടെയും എനിക്ക് ബോധ്യപ്പെട്ടത്. എനിക്കുറപ്പാണ് മറ്റേതൊരു അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ പോയി ചോദിച്ചാലും ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തമായതുപോലെ പ്രാപ്തമാകുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു. ആ 1 മണിക്കൂറിലെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കത് ശരിക്കും ബോധ്യമാകും എന്താണ് അവിടെ നടന്നത്, എങ്ങനെയായിരുന്നു ആ ഫംഗ്ഷൻ മുന്നോട്ട് പോയിരുന്നത് എന്ന്. എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ, അത് അല്ല റിപ്പോർട്ട് അവതരിപ്പിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്. അവർ കേസെടുത്തോട്ടെ, അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിൻ്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. മന്ത്രിമാര് ഇപ്പൊ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ സ്കൂളുകളിൽ അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കും? ഈ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അതൊരു ക്ലാസ് മുറിക്കകത്ത് 4 ചുവരിന്റെ അകമാണ്, കുട്ടികൾ മാത്രമുള്ള ഒരു സ്പേസ് ആണ്, അവർ പഠിച്ചു വരുന്ന ഒരു സ്പേസ് ആണ്. അവിടെ തിരുത്തപ്പെടൽ സ്വാഭാവികമാണ്. പക്ഷേ പല കുട്ടികളുടെയും രക്ഷിതാക്കൾ അടക്കമുള്ള ഒരു സ്ഥലത്ത് അത് പ്രദർശിപ്പിക്കപ്പെടുന്നു, അത് സമൂഹ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഒരു അപമാനവും ഇല്ലാന്നല്ലേ ആ കുട്ടികൾ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞോ ഞങ്ങൾക്കത് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞോ? കാരണം കുട്ടികളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ആ കുട്ടികൾക്ക് ഒരിക്കലും അത് തോന്നില്ല.